നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കടുത്ത വേനലിന് തയ്യാറെടുക്കാൻ സർക്കാർ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് സർക്കാർ ഏജൻസികൾക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയത്. അവശ്യ മരുന്നുകളുടെയും കുടിവെള്ളത്തിൻ്റെയും ലഭ്യത ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളാണെങ്കിൽ 8,500 രൂപ വീതം വർഷം 1,00,000 രൂപ നൽകി ഒറ്റയടിക്ക് രാജ്യത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിലെ സ്ത്രീക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വർഷം 1,00,000 രൂപ നൽകുന്ന മഹാലക്ഷ്മി പദ്ധതി കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉത്സവ ചന്തകൾ തുടങ്ങാൻ ഉപാധികളോടെ ഹൈക്കോടതി കൺസ്യൂമർ ഫെഡിന് അനുമതി നൽകി. ചന്തകളെ ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് സർക്കാർ ഉപയോഗിക്കരുതെന്നും ഇത് സംബന്ധിച്ച് സർക്കാർ യാതൊരു പബ്ലിസിറ്റിയും നൽകരുതെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ചട്ടലംഘനം കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഏറ്റവും കുറവ് ദരിദ്രരുള്ള നാടാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനാധിപത്യം അപകടത്തിലാണെങ്കിൽ ജനങ്ങൾ അത് സംരക്ഷിക്കണം. അമിതാധികാരത്തിനാണ് രാജ്യം ഇതുവരെ സാക്ഷ്യം വഹിച്ചത്. ജനങ്ങൾക്കെതിരായാണ് BJP ഗവൺമെൻറ് എന്ത് കാര്യങ്ങളും ചെയ്യുന്നത്. 2025 നവംബർ 1 ഒരു കുടുംബവും ദരിദ്രാവസ്ഥയിൽ അല്ലാത്ത നാടായി നമ്മുടെ കേരളം മാറും. അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അയച്ച വക്കീൽ നോട്ടീസിന് മറുപടി നൽകി UDF സ്ഥാനാർത്ഥി ശശി തരൂർ. NDA സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് പണം നൽകിയെന്ന് പറഞ്ഞിട്ടില്ല. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരോ പാർട്ടിയുടെ പേരോ പരാമർശിച്ചിട്ടില്ല. തെറ്റിദ്ധാരണ മൂലമോ മനഃപൂർവ്വമോ ആരോപണം ഉന്നയിക്കുകയാണെന്ന് ശശി തരൂർ അയച്ച മറുപടിയിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ആൻറ്റി ഡിഫൈൻസ് സ്ക്വാഡുകളുടെ പ്രവർത്തനം 4.49 ലക്ഷം പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പൊതുസ്ഥലങ്ങളിൽ പതിച്ച പോസ്റ്ററുകൾ, കൊടിത്തോരണങ്ങൾ, ബാനറുകൾ, ഫ്ലക്സ് ബോർഡ്, അലങ്കാര റിബണുകൾ, ചുമരെഴുത്തുകൾ എന്നിവയാണ് നീക്കിയത്. പന്ന്യൻ രവീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന ശശി തരൂരിൻ്റെ പരാമർശത്തോട് പ്രതികരിച്ച് മന്ത്രി V ശിവൻകുട്ടി. ജനങ്ങളുടെ പൾസ് അറിയാൻ സാധിക്കാത്ത സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ. താൻ ജയിച്ചില്ലെങ്കിൽ BJP ജയിക്കട്ടെ എന്നതാണ് ശശി തരൂരിൻ്റെ മനോഭാവമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോഴ വിവാദത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്നും ഇനി വികസന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂവെന്നും പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി. എന്നാൽ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച കോഴ ആരോപണം വിശദീകരിക്കാൻ അനിൽ ആന്റണിക്കും ആന്റോ ആന്റണിക്കും ബാധ്യതയുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പ്രതികരണം. താൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്നു സുരേന്ദ്രൻ്റെ പ്രസ്താവനയ്ക്കെതിരെ T സിദ്ദീഖ്. പേര് മാറ്റം നടപ്പിലാക്കാനുള്ള പ്രാപ്തിയും കഴിവും സുരേന്ദ്രനില്ല. ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് സുരേന്ദ്രൻ നടത്തുന്നത്. സുരേന്ദ്രനല്ല മോദി വിചാരിച്ചാലും വയനാട്ടിൽ അത് വിലപ്പോകില്ല. ചരിത്രത്തെ അപനിർമ്മിക്കുകയാണ് സംഘപരിവാർ അജണ്ട. അത് ഒരിക്കലും നടക്കാൻ അനുവദിക്കില്ലെന്നും T സിദ്ദീഖ് പറഞ്ഞു. റിയാസ് മൗലവി കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. വിചാരണ കോടതി തെളിവുകൾ പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടു. 7 വർഷം ജാമ്യം ലഭിക്കാതെ 3 പ്രതികൾ ജയിലിൽ കിടന്നത് തെളിവ് ശക്തമായതിനാലാണെന്നും ഹർജിയിൽ പറയുന്നു. 3 പ്രതികൾക്കും ഹൈക്കോടതി നോട്ടീസ് നൽകി. 3 പ്രതികളോടും പാസ്പോർട്ട് കെട്ടിവെക്കാനും കോടതിയുടെ പരിധി വിട്ട് പുറത്തേക്ക് പോകരുതെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് K ബാബുവിൻ്റെ വിജയം ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി വിചിത്രമാണെന്ന് M സ്വരാജ്. തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ചട്ടലംഘനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും കമ്മീഷൻ നടപടിയെ എടുത്തതാണെന്നും തെളിവുകൾ നൽകിയിട്ടും ഇത്തരമൊരു വിധിയുണ്ടായത് വിചിത്രമാണെന്നും സ്വരാജ് പറഞ്ഞു. തെറ്റായ സന്ദേശം നൽകുന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമായ വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും പാർട്ടിയുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈദ്ഗാഹിൽ നടത്തിയ പ്രസംഗത്തിൽ കേരള സ്റ്റോറി സിനിമയ്ക്ക് എതിരെ മതപണ്ഡിതർ മോശമായി പ്രസംഗിച്ചുവെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. പാളയം ഇമാം ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഈ സിനിമ മുസ്ലിം വിരുദ്ധമല്ലെന്നും മതചടങ്ങുകളിൽ ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്നത് തെറ്റായ നടപടിയാണെന്നും പറഞ്ഞ അബ്ദുള്ളക്കുട്ടി മുഖ്യമന്ത്രി സിനിമയെ വർഗീയവൽക്കരിച്ച് മുസ്ലിം വികാരം ഉണർത്താൻ പറ്റുമോ എന്ന് നോക്കുകയാണെന്നും കുറ്റപ്പെടുത്തി.
പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതികളെക്കുറിച്ച് ചോദിക്കേണ്ടത് ഡിവൈഎഫ്ഐയോട് ആണെന്നും പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട കാര്യമില്ലെന്നും എം.വി. ഗോവിന്ദൻ. രക്ഷാപ്രവർത്തനത്തിന് പോയവരും പ്രതികളായിട്ടുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച ക്രിമിനൽ സംഘം പ്രതികളായ കേസെന്നാണ് CPMന്റെ നിലപാട്. ബോംബുണ്ടാക്കാൻ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് ഡിവൈഎഫ്ഐ ഭാരവാഹി ഷിജാലും ഷബിൻലാലുമാണെന്ന് പോലീസ് റിപ്പോർട്ട്. തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ GPay പോസ്റ്ററുകൾ. പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള QR കോഡ് അടങ്ങിയ പോസ്റ്ററുകൾ സ്കാൻ ചെയ്താൽ അഴിമതി കാണാമെന്നും എഴുതിയിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്താൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് ഉൾപ്പെടെയുള്ള വിവിധ അഴിമതി ആരോപണങ്ങളുള്ള വീഡിയോയിലേക്കാണ് എത്തുക. ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാനയിലെ BRS നേതാവായ K. കവിതയെ CBIയും അറസ്റ്റ് ചെയ്തു. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കവിതയെ ഇന്ന് ചോദ്യം ചെയ്യാൻ CBI കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് കട്ടിലവളപ്പിൽ തറവാട്ടിൽ വയനാട്ടുകുലവൻ ദൈവംകെട്ട് മഹോത്സവം ഇന്ന് സമാപിക്കും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.